ഹലോ കൂട്ടുകാരെ, എൻ്റെ ഫ്രീ ഇരിക്കുന്ന സാധനം കൂട്ടുകാരെ. ഹലോ, ഇന്നൊരു പാചക വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് ഇന്ന് ഇൻട്രോ ഇട്ടത് ദേവുട്ടിയാണ്. എൻ്റെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, അവളുടെ ചാനൽ അവളുടെ വീഡിയോ അങ്ങനെയാണ്. ഇറച്ചിക്കറിയിൽ ഞാൻ അരപ്പൊക്കെ പുരട്ടി വെക്കുവാണ്. അരപ്പ് പുരട്ടി നേരത്തെ വെച്ചിരുന്നാലേ ഒരു രുചി കിട്ടത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് പല രീതിക്കും വെക്കാറുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത്? പിന്നെ കറിവേപ്പില പറിക്കാൻ പോയതാണ്. ഞങ്ങളുടെ തൊട്ട് താഴത്തുള്ള പുരയിടത്തിൽ കറിവേപ്പിലയുണ്ട്. അവിടെ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്. നമ്മൾ കൂടുതലും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നത്, അതായത് പച്ചക്കറിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. മുളകായാലും കാന്താരി ആയാലും ചക്കയായാലും ചീനിയായാലും കറിവേപ്പിലയായാലും നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് പേര്, ഇപ്പം ഞാനൊരു തുടക്കക്കാരിയാണ്, എന്നെ കണക്ക് ഒരുപാട് പേര് തുടക്കക്കാരുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, ദയവ് ചെയ്ത് കാണുന്നവരൊന്ന് സബ് ചെയ്ത് ഒരു ലൈക്കോ ഒരു കമൻറ്റ് ഇട്ടാൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങളെല്ലാവരും എന്തായാലും പൈസ മുടക്കി നെറ്റ് ചെയ്ത് കാണുന്നവരാണ്. അപ്പോൾ ഒരു ലൈക്ക്, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നേ. എല്ലാവരും ഓരോരോ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ചാനലൊരു അത്യാവശ്യമാണ്. ഇതിൽ നിന്നും വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരും അതിന് സപ്പോർട്ട് ഉണ്ടാവണേ. ഞാൻ പിന്നെ പരിപ്പ് കറിയാണ് വെച്ചത് കേട്ടോ. പരിപ്പ് കറിക്ക് അരച്ചും പരിപ്പ് കറിക്ക് തോരൻ പരിപ്പ് മുളകൊക്കെ ഇട്ട് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇറച്ചിക്കറി വെക്കാനായിട്ട് ബീഫാണ് കേട്ടോ, നല്ല പോത്ത്. ഇറച്ചിക്കറി വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കി. പിന്നെ കുക്കറിനകത്ത് ഇറച്ചി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തട്ടിയിട്ടു, അത് വേവിക്കുകയാണ്. അത് നല്ലതുപോലെ വഴറ്റി എടുക്കണം, അതിന് വെള്ളം വെച്ച് എടുക്കണം. അതുവരെ ഞാൻ കുറഞ്ഞ തീ ഫ്ലെയിം കുറച്ചാണ് ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ അത് നല്ലതുപോലെ ഇളക്കി ചേർത്ത്. ഇറച്ചിക്കറി നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുന്നത്? ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഞാൻ പല രീതിക്കും വെക്കാറുണ്ട്. ചില സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്കറിനകത്തിട്ട് അടിച്ച് വറ്റിച്ചു അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചീനി ഉണ്ടായിരുന്നു കേട്ടോ. ഇറച്ചിക്കറി വേവുന്ന സമയത്തിൽ ഞാൻ ചീനിക്ക് അരയ്ക്കാനായിട്ട് എടുക്കുവാണ്. ചീനിക്ക് അരയ്ക്കുന്നതിന് മുന്നേയൊക്കെ ആയിട്ട് ഞാൻ ആ പരിപ്പ് കറിക്കൊക്കെ കടുക് വറുത്തിട്ടായിരുന്നു കേട്ടോ. പിന്നെ മുളക് കണ്ടില്ലേ, മുളകൊക്കെ നമ്മൾ അയ്യത്തുനിന്ന് പറിക്കുന്നതാണ്, പുറത്തുനിന്നൊന്നും അങ്ങനെ അധികം മേടിക്കാറില്ല. നമ്മുടെ ഈ അയ്യത്തും നമ്മുടെ പരിസരത്തും തന്നെ എല്ലാം ഉണ്ട്, വെളിയിലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കുരുമുളകായാലും എല്ലാം ഉണ്ട്. പിന്നെ ചീനിക്ക് അരയ്ക്കാൻ എല്ലാം എടുത്ത് വെച്ചു. ചീനിക്കകത്ത് അരച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി വാരി എടുത്തു. ഈ ചീനി ഇളക്കുന്ന ആ തവി കണയില്ലേ, അത് നക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളത് നോക്കിയിരിക്കും. അപ്പോഴേക്കും ഇറച്ചിക്കറി വെന്തു, അത് നല്ലതുപോലെ വഴണ്ടു. ഇനി ഇത് പാഴ്സലാക്കണം കേട്ടോ, അത് പാഴ്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ പാഴ്സലാക്കി അത് അതിനകത്തോട്ടാക്കി. പാഴ്സൽ കൊടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ അണ്ണന് കൊടുക്കാനാണ്. അപ്പോൾ ആക്കി അടച്ചു വൃത്തിയാക്കി. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ദയവ് ചെയ്ത് കാണുന്നവരൊന്നും സബ് കൂടി ചെയ്യണേ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. എനിക്കിതൊരു ഈ ചാനൽ വലിയ സെലിബ്രിറ്റി ആവാനൊന്നും അല്ല, ഞങ്ങളൊരു പ്രതീക്ഷയാണ്. നിങ്ങളെല്ലാ സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ വേണം കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളെ വീട്ടിനടുത്തുള്ള കില്ലാടികളാണ്, ഞങ്ങൾ പേരയ്ക്ക പറിക്കാൻ പോയാണ്. വീട്ടിൽ തൊട്ട് മുമ്പിൽ തന്നെയാണ്. എന്തോ ദേവുട്ടി പേര്? മണിക്കുട്ടൻ. നമ്മുടേത് പിക്കാച്ചു. പിങ്കി അല്ല, പിക്കാച്ചു പൊപ്പോയി. നല്ല രസമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ കാണാൻ. മണിക്കുട്ടൻ അവരുടെ അടുത്ത് കളിക്കാൻ ചെന്ന് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് മാമൻ താഴേന്ന് കിളച്ചൊക്കെ ഇട്ട് കയറി വരുന്നത് മാമനെ കണ്ടുകൊണ്ട് അവൻ ഒളിച്ചിരുന്ന് നോക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഒരു വൈകുന്നേരമാണ്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഞാൻ മെല്ലെ മെല്ലെ ശരിയാക്കി എടുക്കാം. ഫോൺ വേണം, നല്ല ഫോൺ വേണം, അതിനുള്ള സാധനങ്ങളും സാമഗ്രികളും എല്ലാം വേണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എനിക്ക് ഉണ്ടാവണം. ഓക്കേ.